അസ്സലാമു അലൈക്കും. വിശ്വാസവും ബന്ധങ്ങളും സൗഹൃദവുമെല്ലാം സ്വാർത്ഥമായ താൽപ്പര്യങ്ങളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന സ്വഭാവം പലരിലുമുണ്ട്. കൂട്ടക്കച്ചവടത്തിൽ ലാഭമുണ്ടാകുമ്പോൾ പങ്കാളിയെ പ്രോത്സാഹിപ്പിക്കുകയും നഷ്ടം വരുമ്പോൾ അവരെ തള്ളിപ്പറയുകയും ചെയ്യുന്നവരും, ഉയർച്ചയുടെ ഘട്ടങ്ങളിൽ സൗഹൃദം അഭിനയിക്കുകയും താഴ്ചയുടെ സന്ദർഭത്തിൽ സുഹൃത്തുക്കളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഒട്ടനവധിയാണ്. സന്തോഷങ്ങളുടെയും ഉയർച്ചയുടെയും ആരോഗ്യത്തിൻ്റെയും ഘട്ടങ്ങളിൽ ദൈവത്തിൽ വിശ്വസിക്കുകയും തനിക്ക് വിഷമകരമായത് സംഭവിക്കുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്നവരും ഒട്ടനവധിയാണ്. വിശുദ്ധ ഖുർആൻ 22 അധ്യായമായ അൽ ഹജ്ജിലെ 11 വചനത്തിൽ ഉണർത്തുന്നു, വമിനൻ നാസി മയ്യ ബുദുല്ലാഹ എലാ ഹർഫ്. ഒരു വക്കിലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഫ ഇൻ അസോബഹു ഖൈറുൻ ഇത്മ അന്നബി. അവന് വല്ല ഗുണവും വന്നെത്തുന്ന പക്ഷം അതിലവൻ സമാധാനമടഞ്ഞുകൊള്ളും. വ ഇൻ അസോബത്തുഹു ഫിത്നത്തുൻ ഇൻ കലബ അലാ വജ്ഹിഹി. അവന് വല്ല പരീക്ഷണവും നേരിട്ടാലോ അവൻ അവൻ്റെ പാട്ടിലേക്ക് തന്നെ മറിഞ്ഞു കളയുന്നതാണ്. ഹസ്ര ദുനിയ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൻ മുബീൻ. ഇഹലോകവും പരലോകവും അവന് നഷ്ടപ്പെട്ടു. അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം. അടിയുറച്ച വിശ്വാസമില്ലാത്തവരെ ഖുർആൻ ഉപമിച്ചിരിക്കുന്നത് വക്കത്തിരുന്ന് ആരാധിക്കുന്നവനെന്നാണ്. കാരണം ഏത് നിമിഷത്തിലും ഏത് സാഹചര്യത്തിലും അവൻ്റെ വിശ്വാസത്തിന് കോട്ടം തട്ടാൻ, തൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെയും മാറി മാറി വരുന്ന സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിശ്വാസം ഉപേക്ഷിക്കാനും മറ്റൊന്ന് സ്വീകരിക്കാനും അവൻ തയ്യാറാണ്. ജീവിതത്തിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ആരോഗ്യവുമുള്ള ഘട്ടങ്ങളിൽ ഇക്കൂട്ടർ സംതൃപ്തി അടയും. അള്ളാഹു തന്നെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഈ ഉയർച്ച എന്ന് വിശ്വസിക്കും. എന്നാൽ ജീവിതത്തിൽ തകർച്ചയുണ്ടായാൽ, സാമ്പത്തിക പ്രതിസന്ധിയുണ്ടായാൽ, അനാരോഗ്യം സംഭവിച്ചാൽ, പ്രിയപ്പെട്ടവരുടെ വിയോഗമുണ്ടായാൽ ഇത്തരം ആളുകൾ ആകെ നിരാശരാകും. അള്ളാഹുവിനുള്ള വിശ്വാസം കൊണ്ട് തനിക്കൊരു ഗുണവുമില്ലെന്നും താൽക്കാലിക ആശ്വാസത്തിന് ഇത്തരത്തിലുള്ള ആളുകൾ വല്ല മനുഷ്യദൈവങ്ങളുടെ മുന്നിൽ പോയി വീഴും. ഇങ്ങനെയുള്ള ആളുകളെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടവർ എന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിനെയും പ്രവാചകനെയും ഇസ്ലാമിനെയും അംഗീകരിക്കാതെ ജീവിക്കുന്ന വ്യക്തി ഈ ലോകത്തിലെ പ്രലോഭനങ്ങളും സൗകര്യങ്ങളും ആസ്വദിക്കും. ഇക്കൂട്ടർക്ക് പരലോകത്ത് ഭയാനകമായ ശിക്ഷകൾ കാത്തിരിക്കുന്നുണ്ട് തീർച്ച. എങ്കിലും ഇഹലോക ജീവിതത്തിൻ്റെ കുറേ ആഡംബരങ്ങളും സുഖങ്ങളും ആസ്വദിച്ചിട്ടായിരിക്കും ഇവർ മരിക്കുക. എന്നാൽ വക്കത്തിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? കുറച്ച് വിശ്വാസം മനസ്സിലുള്ളതിനാൽ തിന്മകളെന്നും അധാർമികമെന്നും ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഒട്ടനവധി പ്രലോഭനങ്ങളിൽ നിന്നും അയാൾക്ക് മാറി നിൽക്കേണ്ടി വരും. ഇനി അവ അനുഭവിച്ചാൽ തന്നെ മനസ്സാക്ഷി അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതിനാൽ ഇഹലോകത്തിലെ ആഡംബരങ്ങളും ആസ്വാദനങ്ങളും പൂർണ്ണമായും അയാൾക്ക് ആനന്ദിക്കാൻ കഴിയാതെ പോകുന്നു. ജീവിതത്തിൽ തകർച്ചയുണ്ടാകുമ്പോൾ വിശ്വാസം ഉപേക്ഷിക്കുക വഴി ഇത്തരം ആളുകൾക്ക് പരലോകവും നഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള അല്പവിശ്വാസികൾക്കാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നതെന്നാണ് ഖുർആൻ ഈ വചനങ്ങളിലൂടെ ഉണർത്തുന്നത്. അള്ളാഹുവിനെ നിഷേധിക്കുന്ന നിരീശ്വരവാദികൾക്കും യഥാർത്ഥ ദൈവവിശ്വാസം ഉൾക്കൊള്ളാത്തവർക്കും അതുപോലെ തന്നെ വിശ്വാസത്തോട് ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്താത്ത മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുന്നവർക്കുമെല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. വിശ്വാസമില്ലാത്തതിനാൽ അവർ പതറുകയും നിരാശരാവുകയും ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യുകയും ചെയ്തേക്കാം. എന്നാൽ ജീവിതത്തിൻ്റെ നല്ല നാളുകളിൽ ആസ്വദിച്ചതും ആഹ്ലാദിച്ചതും ഒന്നും ഈ ഘട്ടത്തിൽ ഇവർക്ക് ആശ്വാസം നൽകില്ല. അതാണ് 22 അധ്യായത്തിലെ 15 വചനത്തിൽ ഖുർആൻ ഉണർത്തിയത്. ആരെങ്കിലും ഇഹലോകത്തും പരലോകത്തും അള്ളാഹു സഹായിക്കില്ല എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവൻ ആകാശത്തേക്കൊരു കയർ നീട്ടി കെട്ടിയിട്ട് വിച്ഛേദിച്ചു കൊള്ളട്ടെ. എന്നിട്ട് തന്നെ ക്ലേശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. ഇവിടെ 2 പ്രധാന കാര്യങ്ങളാണ് അള്ളാഹു ഉണർത്തുന്നത്. ഒന്ന്, ഇഹലോകത്തും പരലോകത്തും അള്ളാഹു തന്നെ സഹായിക്കുമെന്ന ദൃഢവിശ്വാസം ഒരു വിശ്വാസിക്ക് അനിവാര്യമാണ്. അങ്ങനെയുള്ള വിശ്വാസമില്ലാത്ത ഒരാൾ ജീവിതത്തിൽ കഠിനമായ പരീക്ഷണങ്ങൾ നേരിടാൻ അശക്തനായിരിക്കും. അത്തരം ഘട്ടങ്ങളിൽ അയാൾ പതറുകയും നിരാശനാവുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തേക്കാം. രണ്ടാമത്തെ പ്രധാന കാര്യം ഈ വചനങ്ങൾ ഉണർത്തുന്നത് ഒരു വെല്ലുവിളിയാണ്. ക്ലേശങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി ഒരാൾ ആത്മഹത്യ ചെയ്താലും ആ ക്ലേശത്തിൽ നിന്നും അയാൾ രക്ഷപ്പെടില്ല. കാരണം മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം. മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ആത്മഹത്യ ഉൾപ്പെടെ ഈ ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങൾക്കുള്ള ഉത്തരം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ
അയാൾ നൽകേണ്ടതായി തന്നെ വരും. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന ദൃഢവിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ എന്തിനേയും ഏതിനേയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പരിച കൊണ്ട് അയാൾ നേരിടും. ഉയർച്ചയുടെയും സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഘട്ടങ്ങളിൽ ക്ഷമയും സഹനവും അയാൾ കൈക്കൊള്ളും. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായമായ അൽ ബഖറയിലെ 155ഉം 156ഉം വചനങ്ങളിൽ ഉണർത്തുന്നു. വല നബലു വന്നക്കും ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസബത്ഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. നിങ്ങൾക്ക് വല്ല ആപത്തും സംഭവിച്ചാൽ ക്ഷമാശീലർ പറയും, ഞങ്ങൾ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ്, അവങ്കലേക്ക് തന്നെയാണ് മടങ്ങുന്നതും. ഇങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികൾക്ക് ഇഹലോകത്തും പരലോകത്തും യഥാർത്ഥ ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകും. ഇക്കൂട്ടരാണ് യഥാർത്ഥ വിശ്വാസികളല്ലാതെ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരും വക്കത്തിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നവരുമല്ല. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് ഉയർച്ചയുടെയും താഴ്ചയുടെയും പരീക്ഷണങ്ങളുടെയും ഘട്ടങ്ങളിൽ ആ വിശ്വാസത്തിൽ നിന്നും മാറാതെ എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അസ്സലാമു അലൈക്കും.